നമസ്കാരം. ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന് വേണ്ടി. ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ഓണം റിലീസായി എത്താത്തതിന്റെ കാരണവും അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ടെർബോ ജോസിന്റെ വൻ പ്രകടനത്തിന് ശേഷം മമ്മൂക്ക ആരാധകർ കണ്ണുനട്ടിരിക്കുകയാണ് ബസൂക്കയ്ക്ക് വേണ്ടി. കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക. ചിത്രം ഈ വരുന്ന ഓണം റിലീസായി എത്തുമെന്നായിരുന്നു നേരത്തെ വന്ന അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ എത്താൻ ഇനിയും വൈകും. അതിന് കാരണം സിനിമയുടെ ചിത്രീകരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ബസൂക്കയുടെ നിർണായകമായ ഭാഗങ്ങളിലൊന്നായ ഗൗതം വാസുദേവ് മേനോനൊപ്പമുള്ള സീൻ ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. നിലവിൽ മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബസൂക്കയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ മാറ്റം വന്നിട്ടുണ്ട്. ചിത്രീകരണം പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടെങ്കിലും സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഗൗതം മേനോൻ ഉൾപ്പെടുന്ന ബാക്കിയുള്ള രംഗങ്ങൾ 2-3 ദിവസത്തെ ചെറിയ ഷെഡ്യൂളിൽ പൂർത്തിയാക്കാനാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. എന്നിരുന്നാലും നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഓണം റിലീസായി ബസൂക്ക തിയേറ്ററുകളിൽ എത്താൻ സാധ്യത വളരെ കുറവാണ്. അതേസമയം ഗൗതം മേനോൻ മമ്മൂക്കയെ നായകനാക്കി മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തയ്യാറെടുപ്പിലാണ്. പേരിടാത്ത ഈ ഒരു പ്രൊജക്റ്റിൽ നടൻ ഗോകുൽ സുരേഷ് ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഷെർലക് ഹോംസ് സ്റ്റൈലിൽ ഒരു കുറ്റാന്വേഷണ കഥയുമായിട്ടാണ് മമ്മൂക്ക എത്താൻ പോകുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു മമ്മൂക്ക ചിത്രത്തിന്റെ റിലീസായി പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന ഡിസംബറിൽ തന്നെയാണ്. അപ്പോൾ ബസൂക്ക എപ്പോൾ റിലീസ് ചെയ്യുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.